ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. കാരണം ഇന്ന് എൻ്റെ പിറന്ന നാളാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വയസ്സിനിടയിൽ ആദ്യമായിട്ട് എൻ്റെ പിറന്നാൾ സർപ്രൈസായിട്ട് ഞാൻ അറിഞ്ഞ, അതുകൊണ്ട് ഉണ്ടാകുന്ന സന്തോഷങ്ങൾ മനസ്സിലാക്കിയ ഒരു ദിവസമാണ് ഇന്നലെ. കാരണം ഇത്രയും കാലം ഈ ലൈഫിനിടയ്ക്ക് 30-35 വയസ്സിനിടയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ അറിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ഇത്രത്തോളം സന്തോഷിച്ചിട്ടുണ്ട് എങ്കിൽ ഇതേപോലെ ഓരോ ഭാര്യമാരും അത്രത്തോളം സന്തോഷിക്കുന്നുണ്ടാവും, അവരാഗ്രഹിക്കുന്നുണ്ടാവും. എൻ്റെ ഭർത്താവ് എന്നെ ഒന്ന് വിഷ് ചെയ്തെങ്കിൽ, എൻ്റെ പിറന്നാളൊന്ന് ഓർത്ത് വെച്ചെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് സമയം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുന്നത് ഒരിക്കലും എനിക്ക് എൻ്റെ ഹസ്ബൻഡ് അത്രയും വിലയുള്ള ഒരു സമ്മാനം കൊണ്ടുവരണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അങ്ങനെ ചിലവഴിക്കണം, ഇങ്ങനെ ചിലവഴിക്കണം ഒന്നുമല്ല ഒരു ഭാര്യ ആഗ്രഹിക്കുന്നുണ്ടാവുക. കാരണം ഏതൊരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളെ പരിഗണിക്കുക എന്നുള്ളത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ്. കാരണം എന്നെ കേൾക്കാൻ ഒരാളുണ്ടാവണം, എന്നെ അറിയാൻ ഒരാളുണ്ടാവണം, എനിക്കൊരു വിഷമം വരുന്ന സമയത്ത് ഓടിച്ചെന്ന് പറയാൻ സേഫായ ഒരു ചെവി എനിക്കുണ്ടായിരിക്കണം. നമ്മൾ പറയും ഹൃദയമാണ് ഏറ്റവും വലുത് എന്നൊക്കെ, എങ്കിലും ആ ഹൃദയത്തിനേക്കാൾ നമ്മൾ ലൈഫിൽ നമ്മൾ പ്രയോറിറ്റി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മളെ കേൾക്കുക എന്നുള്ളത് തന്നെയാണ്. ഭാര്യമാരെ പരിഗണിക്കുക എന്നുള്ളത് അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുക, അവർ പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഓരോ ഭാര്യമാരും ആഗ്രഹിക്കുന്നത്. അവരാഗ്രഹിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം, ദിവസത്തിൽ കുറച്ച് സമയം എന്നുള്ളത് ചിലപ്പോൾ ഒന്നിച്ചൊരു ചായ കുടിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തിലെ കാര്യങ്ങളൊന്ന് സംസാരിക്കുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ കുറച്ച് ഒന്ന് കേൾക്കാൻ, നാളിൻ്റെ സമയമാകുമ്പോൾ ഒന്ന് അവരെ ഒന്ന് വിഷ് ചെയ്യുക, അവരെ കൂടെ ഒന്ന് പുറത്ത് പോവുക, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒരു ഹെയർ പിൻ ആയിക്കോട്ടെ, മുടിയിൽ കെട്ടുന്ന ഒരു ക്ലിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മുട്ടുസൂചി ആയിക്കോട്ടെ, ഭർത്താക്കന്മാർ സന്തോഷത്തോടെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഏതൊരു ഭാര്യമാരും അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആളുകളാണ്. നിങ്ങൾ സന്തോഷത്തോടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഭാര്യമാർക്ക് മനസ്സിലാകും എന്നെ മനസ്സിലാക്കുന്നുണ്ട്, എന്നെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ. കാരണം നിങ്ങളെ ഭാര്യമാരെ നിങ്ങളല്ലാതെ മറ്റാരാണ് പരിഗണിക്കാനുള്ളത്? ഇത്രയും അധികം ആളുകളിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തതാണ് അവരെ, നിങ്ങളെ പാർട്ട്ണറെ. അപ്പോൾ ഈ ലോകത്ത് നിങ്ങളാൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടത് അവർ തന്നെയാണ്, ഭാര്യമാർ തന്നെയാണ് എന്ന് കരുതി വീട്ടിലുള്ളവരെ, ബാക്കിയുള്ളവരെ ആരും പരിഗണിക്കരുത്, അല്ലെങ്കിൽ അവരെയൊന്നും പരിഗണിക്കാൻ പാടില്ലേ എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. കാരണം ഞാൻ എൻ്റെ പിറന്നാളിൽ അറിയാതെ എനിക്ക് കൊണ്ട് തന്ന ചെറിയ ഗിഫ്റ്റാണ്, അതിൽ ഞാൻ അത്രയും സന്തോഷം അറിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞു കാര്യത്തിൽ ഞാൻ ഇത്രയും സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഭാര്യമാരും ഇത് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നതും. പിന്നെ അള്ളാഹുവിൻ്റെ റസൂല് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ് എന്നുള്ളത്. ആരാണ്? സ്വന്തം ഭാര്യയോട് അത്രയും നന്നായി പെരുമാറുന്നവൻ തന്നെയാണ് നിങ്ങളിൽ ഉത്തമൻ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുള്ളത്. ഓരോരുത്തരുടെ ജീവിതത്തിലും സന്തോഷങ്ങളാലുള്ള ലൈഫ് ഉണ്ടായിരിക്കട്ടെ പ്രാർത്ഥനയോടെ.